जिसका धारण किया जाता है वह भी धर्म है. ധർമ്മം എന്താണ് എന്നുള്ള ധർമ്മത്തിൻ്റെ വ്യുത്പത്തിയാണ് സ്വാമിജി ആദ്യമായി പറയുന്നത്. ധർമ്മം എന്താണ്? എല്ലാത്തിനെയും ധരിക്കുന്നത് അല്ലെങ്കിൽ യാതൊന്നാണോ ധരിക്കപ്പെടുന്നത് അതാണ് धर्मम. सृष्टि करने के लिए परमात्मा प्राणियों के पुण्य पाप धर्म अधर्म को निमित्त करके ही सृष्टि करते हैं. जब समाप्त हो जाता है प्राणियों का धर्म अधर्म तब प्रलय हो जाता है. ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ നിമിത്ത കാരണമായിട്ടുള്ളത് ജീവന്മാരുടെ പുണ്യ പാപാത്മകമായ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ സമാപിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തെ തന്നിലേക്ക് വിലയിപ്പിക്കുന്നതും. जब धर्म कम हो जाता है अधर्म बढ़ जाता है तो ये पृथ्वी भी सहन नहीं कर पाती है, ईश्वर के शरण में जाती है. परमात्मा स्वयं अवतरित होते हैं धर्म की रक्षा के लिए, पापियों का नाश करने के लिए. ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിദേവി പോലും ഈ അധർമ്മത്തെ സഹിക്കാൻ വയ്യാതെ അതിനെ താങ്ങാൻ വയ്യാതെ അഴൽ പൂണ്ടുമ്പോൾ ഈശ്വരൻ സ്വയം ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അവതരിക്കുന്നു. धर्म के कारण ही पृथ्वी जल वायु सूर्य चंद्र यम अग्नि सब अपने अपने मर्यादा पालन करके मर्यादा के अंतर्गत ही स्थित है. ധർമ്മത്താൽ പ്രേരിതമായിട്ടാണ് മഹാഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു യമധർമ്മരാജാവ് എന്നു വേണ്ട സൂര്യചന്ദ്രന്മാർ എല്ലാം തന്നെ തൻ്റെ പ്രവൃത്തി കൃത്യസമയത്ത് നിർവഹിക്കുന്നത്. जिस प्रकार धारण करता है धर्म ऐसे प्राणियों के द्वारा धारण किया जाता है धर्म ही. ധർമ്മമാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നത്. അതോടൊപ്പം പ്രാണികൾ ചെയ്യുന്ന ധർമ്മമാണ് അവരുടെ രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്. सब लोग बहुत धन संपत्ति इकट्ठी करते हैं, कुछ भी धारण करना चाहते हैं, रखना चाहते हैं, रखते हैं, इकट्ठी करते हैं, किंतु जाते समय साथ में नहीं ले सकते हैं. कुछ साथ में नहीं ले करके जाते हैं, अकेले जाते हैं. അനേകം ജീവന്മാർ ഒരുപാട് ധനം സമ്പാദിച്ച് വെക്കാറുണ്ട്. പക്ഷേ മരണമെടുക്കുമ്പോൾ ഇതൊന്നും അവർക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. അതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനേ സാധിക്കുന്നുള്ളൂ. आप लोग को मालूम होगा भगवान श्री कृष्ण का नाम है गिरिधर. गोवर्धन गिरि का धारण उन्होंने किया था. നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേരാണ് ഗിരിധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തെ ധരിച്ചവൻ. ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം ഒരു കുട പോലെ പൊക്കിപ്പിടിച്ച ആ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. अच्छा, पर्वत को उठाने के बाद यदि छोड़ देते भगवान, नीचे सब गोपवासी थे, यदि पर्वत का छोड़ देते नीचे गिर जाता तो क्या होता? कोई उनका नाम लेता, कोई उनको गिरिधर कहता. ഭഗവാൻ ഇതിനെ പൊക്കിപ്പിടിച്ചിരുന്ന സമയത്ത് അതിൻ്റെ കീഴിൽ എത്രയോ ആളുകൾ ശരണം ആയിട്ടിരുന്നു. അത് പൊക്കിപ്പിടിച്ചിട്ടങ്ങ് താഴോട്ടിടുകയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഗിരിധരൻ എന്ന പേരിൽ ആരെങ്കിലും പുകഴ്ത്തുമായിരുന്നോ? ഒരിക്കലുമില്ല. जब तक वर्षा करते करते इंद्र थक गया तब तक भगवान थके नहीं, धारण करके रखे. इंद्र थकने के बाद सबको हटा करके गिरि को पर्वतों को नीचे रखा, तब उनका नाम गिरिधर गिरिधारी हुआ. ഇന്ദ്രൻ്റെ കോപം ശമിക്കുന്നതുവരെയും വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം ആ പർവ്വതത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു.
ഇന്ദ്രൻ്റെ കോപം ശമിച്ച് അഹങ്കാരം ശമിച്ച് ജീവന്മാരെയൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷമാണ് ഭഗവാൻ ഗോവർദ്ധനത്തെ താഴ്ത്തി വെച്ചത്. कुछ धारण करना हम चाहते हैं किंतु उठा करके यदि नहीं रख पाते गिर जाता है तो उसका धारण हम नहीं करते हैं. നമ്മൾ എന്തെങ്കിലും ഒന്ന് പൊക്കി പിടിക്കാൻ ഭാവിക്കുന്നു, പക്ഷേ അതിന് സാധിച്ചില്ല എങ്കിൽ തന്നെത്താൻ അത് വീണുപോകും. तो आप बताएं आप क्या धारण कर सकते हैं? सोने का मुकुट धारण कर सकते हैं, साथ में जाएगा? നമ്മൾ എന്താ സ്വർണ്ണ മുകുടം അല്ലെങ്കിൽ കിരീടം ധരിച്ചാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? उसमें हीरा नीला लगाएंगे भी साथ में जाएगा क्या? അതിൽ വജ്രമോ വിലപിടിപ്പുള്ളതെന്തെങ്കിലും ചേർത്ത് വെച്ച് മോടി പിടിപ്പിച്ചാൽ അല്ലെ അമൂല്യമാക്കിയാൽ അത് നിങ്ങളോടൊപ്പം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുമോ? कुछ भी करे, जितने प्रयास करे, किसी को धारण करके कोई नहीं जाएगा. എത്രമാത്രം ശ്രമിച്ചാലും നമ്മൾ ധരിക്കുന്നതിനെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. किंतु इच्छा नहीं करने पर भी आपके द्वारा किया गया धर्म अधर्म आपके साथ रहता है, वही धारण करके ही आप जाते हैं. इसे धर्म ही धारण किया जाता है और कुछ भी नहीं धारण किया जा सकता है. നമ്മൾ ചെയ്യുന്ന പുണ്യപാപങ്ങൾ മാത്രമാണ് നമ്മളോടൊപ്പം പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ധർമ്മമാണ് ധാരണം, അതാണ് നമ്മളുടെ സഹായിയായിട്ടുള്ളത്. धारण कर सकता है वही ही जो स्वयं स्थिर हो, नित्य हो. जो स्वयं अस्थिर है वो किसका धारण नहीं कर सकता है. നിത്യമായ വസ്തുവിന് മാത്രമേ ധരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വയം അനിത്യമാണ് എങ്കിൽ എന്തിനെ ധരിക്കാൻ സാധിക്കും? इसलिए धर्म सनातन ही है, नित्य ही है. ഇതുകൊണ്ടാണ് ധർമ്മത്തെ സനാതനം എന്ന് പറയുന്നത്. സനാതനം എന്നാൽ നിത്യം എന്നർത്ഥം. नित्य नहीं होगा तो धारण नहीं कर सकता है. നിത്യമല്ലാത്തതിന് മറ്റുള്ളതിനെ ധരിക്കാനും സാധ്യമല്ല. वही धर्म प्रतिपादन करने के लिए वेद ही है. धर्म का प्रतिपादक वेद है. അങ്ങനെയുള്ള ധർമ്മത്തിൻ്റെ പ്രതിപാദിക്കുന്നത് വേദമാകുന്നു. वेद में दो ब्रह्म के विषय में कहा गया, परम ब्रह्म, शब्द ब्रह्म. വേദത്തിൽ രണ്ട് കാര്യം പറയുന്നു, പരബ്രഹ്മം എന്നും ശബ്ദബ്രഹ്മമെന്നും. परब्रह्म वही है जिसकी अज्ञान के कारण ही ये जगत भ्रांति से अनादिकाल से चल रहा है. जीव नाना योनि में भटक रहा है. പരബ്രഹ്മം അതാണ് യാതൊന്നിനെ അറിഞ്ഞാണോ ഈ ജീവന്മാർ അനാദികാലമായിട്ട് ജനനമരണ ക്ലേശ സമൂഹത്തിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്നത്. और शब्द ब्रह्म है वेद. ശബ്ദബ്രഹ്മം വേദമാകുന്നു. वेद धर्म का प्रतिपादन करता है, सत्य का भी प्रतिपादन करता है. വേദം ധർമ്മത്തെയും അതുപോലെ പരമസത്യത്തെയും പ്രതിപാദിക്കുന്നു. विदन्त्य अनेन इति वेद, जिसके द्वारा जानते हैं, धर्म अधर्म के साधन को जानते हैं, ब्रह्म का ज्ञान प्राप्त करते हैं, जिसके द्वारा वही वेद है. ഏതൊന്നുകൊണ്ട് ധർമ്മത്തെയും അധർമ്മത്തെയും പരബ്രഹ്മത്തെയും ഒക്കെ അറിയാൻ സാധിക്കുന്നുവോ അതാണ് വേദം. शब्द ब्रह्म परब्रह्म प्राप्ति का साधन है, इसलिए वेद को भी ब्रह्म कहा जाता है. ശബ്ദബ്രഹ്മ പരബ്രഹ്മപ്രാപ്തിക്കുള്ള സാധനമാണ്. അതുകൊണ്ട് വേദത്തെ തന്നെയാണ് ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത്. परब्रह्म है सत्यम, सत्यम ज्ञानम अनंतम ब्रह्म, ऐसे श्रुति कहती है. और शब्द ब्रह्म उसे परब्रह्म प्राप्ति का साधन बताने के लिए वेद है. സത്യമായിട്ടുള്ളത് പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന വാക്യങ്ങളാണ് വേദവാക്യങ്ങൾ. ആ വേദവാക്യത്തിലൂടെയാണ് ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. जिस प्रकार परब्रह्म प्राप्ति के साधन वेद को भी ब्रह्म कहा जाता है, इसी प्रकार सत्य स्वरूप परमात्मा प्राप्ति का साधन धर्म को भी सत्य कहा जाता है. പരബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന വേദം സത്യമായിരിക്കുന്നതുപോലെ ആ പരബ്രഹ്മപ്രാപ്തിക്ക് സാധനമായിരിക്കുന്ന ആ ധർമ്മത്തെയും സത്യം എന്ന് തന്നെ പറയുന്നു. इसलिए
धर्मम वदंतम सत्यम वदन्ति इति आहु, सत्यम वदंतम धर्मम वदति इति आहु। श्रुति में कहा गया है जो सत्य भाषण करता है लोग कहते हैं धर्म कहता है, और जो धर्म का निरूपण कर कहता है लोग कहते हैं सत्य कहता है। धर्म का एक नाम सत्य भी है। ധർമ്മം ആചരിക്കുന്നവനെ സത്യവാദിയെന്നും സത്യം പറയുന്നവനെ ധർമ്മിഷ്ഠനെന്നും വേദം ഉദ്ഘോഷിക്കുന്നു. ആളുകളും അതുപോലെ തന്നെ ആണ് പറയുന്നത്. वस्तुतः सत्य प्राप्ति का साधन सत्य अनातन सनातन धर्म जिसका प्रतिपादक वेद है। परमात्मा की प्राप्ति का साधन सनातन सत्य धर्म ही है, वही वेद है। अनेक धर्म के नाम पर अनेक मत है, किंतु जितने मत है सब मतावलंबी वाले जरूर कहते उनके गुरु ने उपदेश किया, धर्माचार्य ने उपदेश किया, किसी ने किसी मनुष्य ने ऋषि ने उपदेश किया, किंतु वेद का उपदेश किसने नहीं किया। वेद नित्य है। എല്ലാ ധർമാവലംബികളും അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞത് ആണ് സത്യമായിട്ടുള്ളത്, ധർമ്മമായിട്ടുള്ളത്, ഈശ്വരപ്രാപ്തിക്കുള്ള സാധനം എന്ന് പറയും. എങ്കിലും വേദമാണ് പരമധർമ്മമായിട്ടുള്ളത്. അതിൽ നിന്ന് മറ്റൊന്നും ഭിന്നമായിട്ടുള്ളതില്ല. അതാണ് പരമസത്യമായിട്ടുള്ളത്. अनादिकाल से वेद ही धर्म का प्रतिपादक है। और अभी जो अन्य धर्म में चलते हैं उनके पिता पितामह प्रपितामह से और पिता उनके पिता पूछे कभी ना कभी सनातन धर्म में थे. സനാതന ധർമ്മം തന്നെയാണ് സത്യത്തെ കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടാക്കുന്നത്. ആരെങ്കിലും അതിൻ്റെ നൂതന ആവിഷ്കാരം പറയുന്നു എങ്കിൽ കൂടിയും അവരുടെ ഗുരുക്കന്മാരിലൂടെ ഒക്കെ ചെന്നു ചേരുമ്പോൾ അവസാനം വേദത്തിൽ തന്നെയാണ് എത്തിച്ചേരുക. आप जितने लोग केरल में अभी है जन्म लिए हैं, क्या पूर्व जन्म में केरल में ही जन्म लिए थे क्या? ഈ കേരളത്തിൽ ജനിച്ചിട്ടുള്ളവരെല്ലാം എന്താ ഇതിനു മുമ്പും കേരളത്തിൽ തന്നെയായിരുന്നു ജനിച്ചിരുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? ऐसा निश्चय नहीं कर सकते हैं. ആർക്കും അതേക്കുറിച്ച് നിശ്ചയിക്കുവാൻ സാധ്യമല്ല. इसी प्रकार जितने जहाँ भी है पहले सब वैदिक धर्म में थे. पूर्व जन्म में उसके पूर्व जन्म में कितने अनादिकाल से कोटि कोटि जन्म हो गए, कभी ना कभी वैदिक धर्म में थे. तभी अभी सन्मार्ग में चलना चाहते हैं, परमात्मा प्राप्ति की इच्छा करते हैं और सुख की इच्छा करते हैं. ഇതിലെ അതുകൊണ്ട് തന്നെയാണ് ഏതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ഒരു സമയം വൈദിക ധർമ്മത്തിൽ നിന്ന് തന്നെ അനുഷ്ഠിച്ചിരുന്നവരാണ്. അത് പിന്നീട് കാലക്രമേണ പല പല മാർഗങ്ങളായി പിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു വേദമാണ് ഇതിൻ്റെയൊക്കെ മൂലകാരണം. कभी पुत्र इधर उधर भाग जाता है तो पिता माता उसको पुत्र ही कहते हैं, भगाते नहीं है, उसकी रक्षा करते हैं. പുത്രൻ ഏതേത് വഴിക്കെല്ലാം പോയാലും അച്ഛനമ്മമാർ അവരെ പുത്രനെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലാതെ അവരെ തള്ളി പറയുന്നില്ല. इसी प्रकार कोई किसी मार्ग में कहीं भी चल जाएगा, पृथ्वी में कहीं भी जन्म ले रहा है, किंतु वैदिक सनातन धर्म उसको अपने छत्र छाया में रखता है, विरोध नहीं करता है. वैदिक धर्म किसी विरोध का खंडन नहीं करता है. सब धर्म अपने अंतर्गत है. हमारे बच्चे हैं, हमारे पोते हैं, हमारे ही वंशधर है सब. പുത്രൻ എവിടെല്ലാം പോയാലും തൻ്റെ പുത്രനാണ് എന്ന് അച്ഛനമ്മമാർ പറയുന്നത് പോലെ ഈ ലോകത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ധർമ്മങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെല്ലാം മതാന്തരങ്ങളുണ്ടോ, ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ, അതൊക്കെയും വേദമൂലത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങൾ തന്നെ, അതിൽ നിന്നൊരിക്കലും ഭിന്നമാകുന്നില്ല. जो लोग धर्म मार्ग में नहीं चल पाते हैं केवल झगड़ा करते हैं. वास्तव धर्म में चलने वाले का एक लक्ष्य परमात्मा प्राप्ति. सबका यदि एक लक्ष्य है, विरोध कहाँ है? എല്ലാവർക്കും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഈശ്വരപ്രാപ്തി. അത് ഏത് മതവിഭാഗത്തിലൂടെയാകട്ടെ, വിചാരത്തിലൂടെയാകട്ടെ, ആചരണത്തിലൂടെയാകട്ടെ, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ലക്ഷ്യം ഒന്ന് തന്നെ. അതാണ് സനാതനധർമ്മം പറയുന്നത്. यदि आप लोगों के मन में कभी किसका मन में